ക്ലാസ് 10 പഠനം തുടങ്ങിയപ്പോൾ ഫിസിക്സ് ഭയങ്കര ടഫായിട്ടാണ് സർ ഫീൽ ചെയ്യുന്നത്. ടെസ്റ്റിലെ ക്വസ്റ്റ്യൻസ് ഒന്നും ചെയ്യാൻ കിട്ടില്ല സർ. ഞങ്ങൾ ഏത് ഗൈഡ് വാങ്ങി പ്രാക്ടീസ് ചെയ്താലാണ് ഞങ്ങളുടെ പഠനം എളുപ്പമാകുക, എല്ലാ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ കഴിയുക? ഈ ഒരു ക്വസ്റ്റ്യനാണ് കഴിഞ്ഞ കുറച്ച് വർഷമായി മക്കളെ നിങ്ങൾ ഞങ്ങളോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഈ ക്വസ്റ്റ്യനുള്ള പരിഹാരമായിട്ടാണ് സൈലം ഈ വർഷം വന്നിരിക്കുന്നത്. സൈലം നിങ്ങൾക്കായി ഒരു അടിപൊളി ഒരു കോംപ്രിഹെൻസീവ് ഗൈഡാണ് ഈ വർഷം അവതരിപ്പിക്കുന്നത്. ഒരു നല്ല ഗൈഡിൽ എന്തെല്ലാം കാര്യങ്ങൾ വേണം? NCERTയിലെ മുഴുവൻ കാര്യങ്ങളും കൃത്യമായി പറയണം. ആ കാര്യങ്ങൾ എങ്ങനെ പറയണം? കോൺസെപ്റ്റുകൾ വ്യക്തമാകുന്ന രീതിയിൽ ഏറ്റവും ക്രിസ്പായി പറയണം. അതിനുശേഷം എന്ത് വേണം? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വേണം. ഇത് മാത്രം മതിയോ? പോരാ. NCERTയിലെ ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്യണം. ഇൻടെക്സ്റ്റ് ക്വസ്റ്റ്യൻസും എക്സസൈസും ചെയ്യണം. ഇത് മാത്രമല്ല സർ, ക്ലാസ് 10 ശേഷം ഞങ്ങൾ കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ക്ലാസ് 10 കൂടെ തന്നെ ഞങ്ങൾ കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. സോ അതിനുള്ള ക്വസ്റ്റ്യൻസ് കൂടെ വേണം. സോ ഇത്രയും കാര്യങ്ങളാണ് ഒരു അടിപൊളി ഗൈഡിൽ വേണ്ടത്. ഒരു പക്ഷേ ഇത്രയും കാര്യങ്ങൾ ലഭിക്കണമെങ്കിൽ നിങ്ങൾ 1, 2, 3, 4 ഗൈഡുകൾ വരെ വാങ്ങിക്കേണ്ടി വരും. പക്ഷേ ഈ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയ ഒരൊറ്റ ഗൈഡാണ് സൈലം നിങ്ങൾ കൈക്കൊണ്ടുവരുന്നത്. ഫിസിക്സ് മാത്രമല്ല, കെമിസ്ട്രി, ബയോളജി, സോഷ്യൽ സയൻസ്, മാത്തമാറ്റിക്സിന് 2 പുസ്തകങ്ങൾ, ഇങ്ങനെ മൊത്തം 6 പുസ്തകങ്ങളാണ് സൈലം നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. ഈ എല്ലാ പുസ്തകങ്ങളും വെറും 1500 രൂപയ്ക്കാണ് നിങ്ങൾക്ക് ഇപ്പോൾ ലഭിക്കുന്നത്. സോ ഈ പുസ്തകങ്ങൾ അവൈൽ ചെയ്യാനായി നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന QR കോഡ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഈ കാണുന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. നമുക്ക് ഡീറ്റെയിൽ ആയി നോക്കാം ഈ പുസ്തകത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. ഏറ്റവും ആദ്യം നമ്മുടെ ഫിസിക്സിലെ 4 ചാപ്റ്റേഴ്സ് മാത്രമാണ് ഈ ഒരൊറ്റ പുസ്തകത്തിലുള്ളത്. എനിക്ക് ഈ പുസ്തകത്തിൻ്റെ കട്ടി കണ്ടാൽ മാത്രം മനസ്സിലാവും എത്രത്തോളം ഡീറ്റെയിൽ ആയിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ ചാപ്റ്റർ നമ്മുടെ ലൈറ്റ് റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ. ചാപ്റ്ററിലെ മുഴുവൻ കാര്യങ്ങളും വ്യക്തമായി മനസ്സിലാകുന്ന പോലെ ഏറ്റവും സിമ്പിൾ ലാംഗ്വേജിൽ കൊടുത്തിരിക്കുന്ന നോട്ട്സ് ആണ് ഇത്രയും ഭാഗത്ത് കാണുന്നത്. അതിനുശേഷം ആ ചാപ്റ്ററിന്റെ സമ്മറി കാണും, ജസ്റ്റ് സമ്മറി ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് കാണാൻ കഴിയും NCERT കോർണർ. NCERTയിലെ ക്വസ്റ്റ്യൻസ് എല്ലാം സോൾവ് ചെയ്തിട്ട് കൊടുക്കും. അതുമാത്രമല്ല NCERT എക്സസൈസ് ക്വസ്റ്റ്യൻ, ആ ക്വസ്റ്റ്യൻസിൻ്റെ സൊല്യൂഷൻസ് എല്ലാം വളരെ ഡീറ്റെയിൽ ആയി നിങ്ങൾക്ക് ഈ സെക്ഷനിൽ കാണാൻ സാധിക്കും. അതിനുശേഷമാണ് നമ്മുടെ മെറ്റീരിയൽ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയി വരുന്നത്. നോക്കൂ മക്കളെ, അതിനുശേഷം കാണുന്ന സെക്ഷനാണ് ക്വിക്ക് റീകോൾ. നമ്മൾ ഈ പഠിച്ച കോൺസെപ്റ്റുകളെല്ലാം നിങ്ങളുടെ ഓർമ്മയിലുണ്ട്. ആ കാര്യങ്ങൾ എങ്ങനെ ടെസ്റ്റ് ചെയ്യാം? ഏറ്റവും ചെറിയ ക്വസ്റ്റ്യൻ അല്ലേ? ഒന്നുകിൽ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ക്വസ്റ്റ്യൻ, ട്രൂ ഓർ ഫാൾസ് ക്വസ്റ്റ്യൻ, മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ, അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ. സോ ഇത്രയും ക്വസ്റ്റ്യൻസുമായിട്ട് ഒരു ക്വിക്ക് റീകോൾ സെക്ഷൻ വരുന്നുണ്ട്. ഇവിടെ മുതലത്തെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ ക്വസ്റ്റ്യൻസ് മാത്രമേ കാണൂ. ഇതിൻ്റെ ആൻസേഴ്സ് കുറച്ച് അപ്പുറത്താണ് കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ കുറച്ച് പേജുകൾക്ക് ശേഷമാണ് കൊടുത്തിരിക്കുന്നത്. കൃത്യമായി കോൺസെപ്റ്റുകൾ ഓർക്കാൻ പറ്റുന്ന കാര്യം വ്യക്തമായി ടെസ്റ്റ് ചെയ്യാൻ ഈ ഒരു സ്ട്രാറ്റജി സഹായിക്കും. ആ പേജത്തിന് ഉത്തരങ്ങളുണ്ടെങ്കിൽ ഓ യെസ് ഞങ്ങൾക്ക് അറിയാവുന്നൊരു മൈൻഡിൽ പോകും. പക്ഷെ അതില്ല, കൃത്യമായിട്ട് ആൻസേഴ്സ് എഴുതി നോക്കിയതിന് ശേഷം ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സെക്ഷനായിട്ട് തന്നെയാണ് ക്വിക്ക് റീകോൾ കൊടുക്കുന്നത്. അതിനുശേഷം നിങ്ങൾ കാണാൻ സാധിക്കുന്നത്, നിങ്ങളെ കൊണ്ടുപോകുന്നത് നോക്കൂ മക്കളെ, നമ്മുടെ കോമ്പറ്റേറ്റീവ് ലെവൽ എക്സാം സെക്ഷനിലേക്കാണ്. കോമ്പറ്റേറ്റീവ് ലെവൽ എക്സാമിലേക്ക് വരുമ്പോൾ കുറച്ചധികം കോൺസെപ്റ്റുകൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ക്ലാസ് 10 മാത്രം പോരാ, ക്ലാസ് 12 നമ്മൾ പഠിക്കുന്ന ലൈറ്റ് റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്ന റേ ഓപ്റ്റിക്സ്, അതിലെ കുറച്ച് കോൺസെപ്റ്റുകൾ കൂടി വേണം. വളരെ സിമ്പിൾ ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ. ആ കോൺസെപ്റ്റുകളാണ് ജസ്റ്റ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കോമ്പറ്റേറ്റീവ് ലെവൽ എന്ന് പറഞ്ഞ ഭാഗത്ത് തിയറി ആയി കൊടുത്തിരിക്കുന്നത്. അതിനുശേഷമാണ് ക്വസ്റ്റ്യൻസ് കാണാൻ സാധിക്കുന്നത്. അവിടെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്. മൾട്ടിപ്പിൾ ചോയ്സിൻ്റെ കുറച്ച് സിമ്പിൾ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കോമ്പറ്റേറ്റീവ് കോർണർ എന്ന് പറഞ്ഞ് നിങ്ങളെ പ്രീവിയസ് ഇയർ ഒരുപാട് എക്സാമുകൾക്ക് എഴുതിയ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. ക്വസ്റ്റ്യൻസ് മാത്രമല്ല, ആ ക്വസ്റ്റ്യൻസിൻ്റെ സൊല്യൂഷൻ വളരെ ഡീറ്റെയിൽ ആയി നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇത്രയും കാര്യങ്ങൾ മതിയോ? കോമ്പറ്റേറ്റീവ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് മാത്രം മതിയോ? പോരാ. നമ്മളെ കാത്തിരിക്കുന്ന ബോർഡ് എക്സാം കോർണറാണ് അടുത്തായി പോകുന്നത്. ബോർഡ് എക്സാമിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇയർ വൈസ്, ചാപ്റ്റർ വൈസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. 2023 മുതലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ ഒരു സബ്ജക്റ്റിലെ എല്ലാ കാര്യങ്ങളും, ഒരു ചാപ്റ്ററിലെ എല്ലാ കാര്യങ്ങളും കൃത്യമായി പഠിച്ചെടുക്കാൻ വേണ്ട എല്ലാ കാര്യങ്ങളും ഈ ഗൈഡിലുണ്ട്. സോ ഈ അവസരം നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. ഏറ്റവും കുറഞ്ഞ റേറ്റിലാണ് പുസ്തകം ഇപ്പോൾ അവൈലബിൾ ആകുന്നത്. ഒരിക്കൽ കൂടി QR കോഡ് കാണിക്കാം. ഡോണ്ട് മിസ് ദിസ് ചാൻസ്. Get up the book now.